ഇതുപോലുള്ള LED ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്കൊന്ന് മിന്നി കത്തിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് ഇവിടെ ഞാൻ കാണിക്കാം. LED കൂടാണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു NPN ട്രാൻസിസ്റ്റർ. ഇതിനായിട്ട് BC547 എന്ന ട്രാൻസിസ്റ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2200 MFT 25 വോൾട്ട് വരുന്ന ഒരു കപ്പാസിറ്റർ, പിന്നെ ഒരു 1K റെസിസ്റ്ററും. ഇവയെല്ലാമാണ് ഈ ഒരു സർക്യൂട്ട് നിർമ്മിക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു സർക്യൂട്ട് നിർമ്മിക്കുമ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരു NPN ട്രാൻസിസ്റ്റർ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കളക്ടർ ലെഗിലേക്ക് പോസിറ്റീവും അതുപോലെ എമിറ്റർ ലെഗിലേക്ക് നെഗറ്റീവും വരുന്ന രീതിയിലായിരിക്കും അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ട്രാൻസിസ്റ്റർ പൂർണ്ണമായും അതിൻ്റെ സ്വിച്ചിങ് ഓൺ ആവുകയും ആ ഒരു പ്രവർത്തനം കറക്റ്റായി വർക്ക് ചെയ്യുകയും ചെയ്യുക. എന്നാൽ ഇവിടെ നമ്മൾ നേരെ തല തിരിച്ചാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഒരു NPN ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ലെഗ് പോസിറ്റീവിലേക്കും അതുപോലെ കളക്ടർ ലെഗ് നെഗറ്റീവിലേക്കും വരുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ആ ട്രാൻസിസ്റ്ററിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബാറ്ററിയിൽ ഇപ്പോൾ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഞാൻ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.18 വോൾട്ടാണ് ഈ ഒരു ബാറ്ററി വോൾട്ട് കാണിക്കുന്നത്. ഇനി ഈ ഒരു തലതിരിച്ച് കണക്ട് ചെയ്ത ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ലെഗും അതുപോലെ ബാറ്ററി മൈനസും തമ്മിൽ മീറ്റർ വെച്ച് അളക്കുന്ന സമയത്ത് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് പ്രത്യേകിച്ച് പൾസൊന്നും നൽകാതെ തന്നെ ഈ ഒരു ട്രാൻസിസ്റ്റർ ഫോർവേഡ് ബേസിലായതായിട്ട് കാണാൻ സാധിക്കും. മീറ്റർ വെച്ച് അളക്കുന്ന സമയത്ത് നമുക്കൊരു 3 വോൾട്ട് ആ ഒരു കളക്ടർ പോയിന്റിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ട്രാൻസിസ്റ്റർ ഫോർവേഡ് ബയസിലായെങ്കിലും ഇതിലൂടെ പ്രവഹിക്കുന്ന കറണ്ട് വളരെ കുറവായിരിക്കും, അതുപോലെ വോൾട്ടേജും വളരെ കുറവായിരിക്കും. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ബ്ലിങ്കിങ് സർക്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു LED ബ്ലിങ്കിങ് സർക്യൂട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുത്തു വെച്ച ഈ ഒരു 1K റെസിസ്റ്റർ ഉണ്ടല്ലോ, ഇത് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ലെഗ് റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി LED നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ LED പോസിറ്റീവ് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ പോയിന്റുമായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ LED പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു 3 വോൾട്ട് ഈ ഒരു LEDയിലേക്ക് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു LED പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് നോക്കാം. ഇതിനായിട്ട് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ബാറ്ററി നെഗറ്റീവുമായിട്ടും അതുപോലെ പോസിറ്റീവ് ഈ ഒരു 1K റെസിസ്റ്റർ കഴിഞ്ഞുകൊണ്ടുള്ള ആ ഒരു പോയിന്റിലേക്കും കണക്ട് ചെയ്തിട്ടിരിക്കുന്നു. ഇപ്പോൾ LED ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ഒരു 1K റെസിസ്റ്റർ വഴി ഈ ഒരു കപ്പാസിറ്റർ ഇപ്പോൾ ചാർജ് ആവുകയും ഡിസ്ചാർജ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു സർക്യൂട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ 1K റെസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാം, റെസിസ്റ്റർ എന്നത് വൈദ്യുത പ്രവാഹത്തിനെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു 1K റെസിസ്റ്റർ ഉപയോഗിക്കുമ്പോൾ അത്രയും അളവിലുള്ള ഒരു പ്രതിരോധം അവിടെ നൽകുന്നുണ്ട്. അതിനുശേഷമുള്ള ഒരു കറണ്ടാണ് ഈ ഒരു കപ്പാസിറ്ററിലേക്കും അതുപോലെ ട്രാൻസിസ്റ്ററിലേക്കൊക്കെ എത്തുന്നത്. റെസിസ്റ്റർ എത്രത്തോളം പ്രതിരോധം നൽകുന്നുണ്ടോ അതിനെ ആശ്രയിച്ചിരിക്കും ആ ഒരു കപ്പാസിറ്റർ ചാർജിങ്ങിൻ്റെ വേഗത. റെസിസ്റ്ററിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ കപ്പാസിറ്റർ വളരെ പെട്ടെന്ന് ചാർജ് ആവും. അതുപോലെ റെസിസ്റ്ററിൻ്റെ വാല്യൂ കൂട്ടുകയാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആവാനുള്ള സമയം കൂടുകയും ചെയ്യും. ഈ ഒരു സർക്യൂട്ടിലേക്ക് കപ്പാസിറ്റർ കണക്ട് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക് ഇപ്പോൾ റെസിസ്റ്റർ വഴിയാണ് ഈ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കപ്പാസിറ്റർ പതിയെ ചാർജ് ആവാൻ തുടങ്ങും. കപ്പാസിറ്റർ ചാർജിങ് ആവുന്ന സമയത്ത് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ പോയിന്റിൽ വോൾട്ടേജ് വളരെ കുറവായിരിക്കും. കാരണം ഇതിൽ ഈ റെസിസ്റ്റർ വഴി വരുന്ന വോൾട്ടേജ്, ഒട്ടുമിക്ക വോൾട്ടേജും ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആവാൻ വേണ്ടി കപ്പാസിറ്റർ ആദ്യം പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. ആ സമയത്ത് ഈ ഒരു എമിറ്റർ പോയിന്റിൽ വോൾട്ടേജ് വളരെ കുറവായിരിക്കും. കപ്പാസിറ്റർ ഫുൾ ചാർജ് ആവുന്ന സമയത്തായിരിക്കും ഈ ഒരു എമിറ്റർ പോയിന്റിലേക്ക് ഈ ഒരു 12 വോൾട്ട് മുഴുവനായിട്ടും എത്തുന്ന ഒരു കണ്ടീഷൻ വരിക. ഇനി ഈ ഒരു സർക്യൂട്ട് നിർമ്മിക്കുന്നതിന് മുമ്പ് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ലെഗ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് വെച്ചുകൊണ്ട് എത്രത്തോളം ഒരു വോൾട്ടേജ് ബയാസിങ് നടക്കുന്നുണ്ടെന്ന് ഞാൻ മീറ്റർ വെച്ച് അളന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 വോൾട്ട് അവിടെ എത്തുന്നതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 വോൾട്ട് കിട്ടുന്ന സമയത്താണ് ഈ ഒരു LED 3 വോൾട്ട് എത്തുന്നത്. അപ്പോൾ 12 വോൾട്ട് താഴെയാണെങ്കിലോ LED പ്രകാശിക്കാൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് അവിടെ കുറഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ആവുന്ന സമയത്ത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ പോയിന്റിൽ വോൾട്ടേജ് കുറവായിരിക്കും.
അപ്പോൾ മുഴുവനായിട്ടും 12 വോൾട്ട് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ ഫുൾ ചാർജ് ആവണം. ഈ ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ഈ ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുകയും LED പ്രകാശിക്കുകയും ചെയ്യും. LED പ്രകാശിക്കുന്ന സമയത്ത് ഈ ഒരു കപ്പാസിറ്ററിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചാർജ് കൂടി ഡിസ്ചാർജ് ആവാൻ തുടങ്ങും. ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ എമിറ്ററിൽ എത്തുന്ന ആ ഒരു ചാർജ് വളരെ കുറവായിരിക്കും. എമിറ്ററിൽ വീണ്ടും 12 വോൾട്ട് എത്തണമെങ്കിൽ ആ ഒരു കപ്പാസിറ്റർ വീണ്ടും ഫുൾ ചാർജ് ആവണം. ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ എമിറ്ററിൽ 12 വോൾട്ട് എത്തുകയും ഈ ഒരു ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുകയും LED പ്രകാശിക്കുകയും ചെയ്യും. LED പ്രകാശിച്ചു കഴിഞ്ഞാൽ വീണ്ടും കപ്പാസിറ്ററിലെ ചാർജ് ഡിസ്ചാർജ് ആവുകയും LED ഓഫ് ആവുകയും ചെയ്യും. വീണ്ടും ആ ഒരു കപ്പാസിറ്റർ ചാർജായി വരുന്ന അത്രയും സമയം LED ഓഫ് ആയിരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രവർത്തനം. ഇനി ഈ ഒരു LEDയുടെ ഈ ഒരു ഫ്ലാഷിംഗ് വേഗത നമുക്ക് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെയോ വാല്യൂ മാറ്റം വരുത്തി കൊടുത്താൽ മതി. ഈ ഒരു സർക്യൂട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.